നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയതും വളരെ പോഷക സമ്പുഷ്ടവുമായ നട്ടുകളിൽ ഒന്നായ മക്കഡാമിയൻ നട്ട് അഥവാ ഓസ്ട്രേലിയൻ നട്ടിനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ ഓസ്ട്രേലിയൻ സ്വദേശിയായ ഈ നട്ട് ഇന്ന് പല രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മക്കഡാമിയ നട്ട് സ്ഥിരമായി ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, ഏതെല്ലാം പോഷകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്, എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത്, എത്ര അളവിൽ കഴിക്കണം എന്നിന്, പിന്നെ അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം, ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. മക്കഡാമിയ നട്ട്സിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 100 ഗ്രാം നട്ട്സിൽ ഏകദേശം 700 മുതൽ 720 കാലറി വരെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മിനറൽസിൽ പറയുവാണെങ്കിൽ കോപ്പർ, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെയും ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് ഒലീവ് ഓയിൽ കാണുന്ന അതേ തരത്തിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പ് തന്നെയാണ് മക്കഡാമിയ നട്ട്സിലും കാണുന്നത്. ഇനി ഇത് പതിവായി ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു. അതുപോലെ രക്തക്കൊഴലുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, ഹൃദ്രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷ നേടുന്നു. ഇതാണ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ നട്ട്സിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഗുണം. ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന ഗുണം. ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ആണ് അതിന് കാരണം. അവ മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ച് ജോയിന്റ് പെയിനും അതുപോലെ ശരീരവേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന സെൽസുകളുടെ നാശം കുറയ്ക്കാൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളാണ് അതിന് കാരണം. മൂന്നാമതായിട്ട് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഈ നട്ട്സുകൾ. കാരണം അതിൽ ധാരാളമായിട്ട് ആരോഗ്യകരമായ കൊഴുപ്പും വൈറ്റമിൻ ബി കോംപ്ലക്സുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത ശക്തി, പഠനശേഷി ഇവയെല്ലാം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ നട്ട്സിനുണ്ട്. പ്രമേഹ രോഗികൾക്ക് വളരെ സഹായകരമായ ഒന്നാണ് മക്കഡാമിയ നട്ട്സ്. ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്തുന്നില്ല. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് ഈ നട്ട്സ് കഴിക്കാം. അടുത്ത പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ദഹന ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ഫൈബേഴ്സ് ഉള്ളതിനാൽ ദഹനം നന്നായിട്ട് നടക്കുന്നു, മലബന്ധം ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ വൻകുടലിലൊക്കെയുള്ള നല്ല ബാക്ടീരിയകളെ വളർച്ചയെ സ്വാധീനിക്കുന്നു. നന്നായിട്ട് ദഹിക്കുന്നതോടുകൂടി തന്നെ മെറ്റബോളിസം കറക്റ്റ് ആകുന്നതോടുകൂടി നല്ല പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നു. ഈ ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട്, അതുപോലെ കലോറിയും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് നിറയുന്ന പോലെ തോന്നും. അധികം ആഹാരം കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ് മക്കഡാമിയ നട്ട്സ്. പക്ഷെ മിതമായ അളവിൽ മാത്രം വേണം കഴിക്കാൻ. കൂടുതലായി കഴിഞ്ഞാൽ കലോറി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ശരീരഭാരം കൂടും. അതുകൊണ്ട് മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് ഇത്. ഇനി ഇതിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചർമ്മത്തിനും നമ്മുടെ സ്കിന്നിന്റെ ടോൺ, അതിന്റെ തിളക്കത്തിനും മൃദുത്വം നൽകാനും ഒക്കെ ഈ നട്ട്സിന് കഴിവുണ്ട്. അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും
മക്കഡാമിയ നട്ട്സിന് കഴിയും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഈ നട്ട്സ് വളരെ ഫലപ്രദമാണ്. ഇതിൽ ധാരാളമായിട്ട് മാംഗനീസും മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിപ്പെടുത്തുന്നതിന് ഇവ വളരെ നല്ലതാണ്. എത്ര അളവിൽ കഴിക്കണമെന്ന് മിക്കവരുടെയും ഒരു സംശയമാണ്. മുതിർന്നവർ ദിവസവും ഒരു 15 മുതൽ 30 ഗ്രാം കിട്ടാൻ പാകത്തിനുള്ള നട്ട്സ് കഴിക്കുക. അതായത് ഒരു 8 എണ്ണം മതിയാകും. കുട്ടികളാണെങ്കിൽ 3 മുതൽ 5 നട്ട്സ് വരെ കഴിക്കാം. പ്രായമായവർ 5 മുതൽ 8 നട്ട്സ് വരെ കഴിക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി എപ്പോഴാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പലർക്കും സംശയമുണ്ട്. അതായത് ഏത് സമയത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്നുള്ളത്. അത് രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ 10 മണി മുതൽ ഇപ്പം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ട ഒരു സമയം ഊണിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കഴിക്കാം. അതുപോലെ ഡിന്നറിന് വൈകിട്ട് അരമണിക്കൂറിന് മുമ്പ് ഒരു പിടി ഇത് കഴിക്കാം. കാരണം ഇത് നിറഞ്ഞ് ഒരു ഫുൾനെസ് ഫീൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ആഹാരം പിന്നീട് കഴിക്കില്ല. അപ്പം ഈ സമയത്തൊക്കെ കഴിക്കാം. അതുപോലെ വ്യായാമത്തിന് മുമ്പും ശേഷവും കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നതെന്ന് നോക്കാം. വറുക്കാതെയും ഉപ്പില്ലാതെയൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തി കഴിക്കുന്നതും നല്ലതാണ്. ദഹനം എളുപ്പമാകും. അതുപോലെ സ്മൂത്തികളിലൊക്കെ ചേർത്ത് ഫ്രൂട്ട് സലാഡിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഓട്സിലും പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഓട്സിലും ഇട്ട് കഴിക്കാൻ നല്ലതാണ്. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നട്ട്സിനൊക്കെ അലർജി ഉള്ളവര്, മുമ്പ് വിട്ട വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നട്ട്സിന് അലർജി ഉള്ളവർ, ചൊറിച്ചിലോ അല്ലെങ്കിൽ ശ്വാസതടസ്സം, ചുണ്ടൊക്കെ തടിച്ച് വീർക്കുക, ഇങ്ങനെയൊക്കെ അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ല. അമിതവണ്ണമുള്ളവർ അമിതമായിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല. കാരണം അവർക്ക് ബോഡി വെയിറ്റ് പിന്നീട് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ഒഴിവാക്കാവുന്നതാണ്. വൃക്ക രോഗികൾക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. കാരണം ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അവർ കഴിക്കാവുള്ളൂ. അപ്പൊ ഡോക്ടർ പറയുന്ന ആ അളവിൽ മാത്രമേ കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശരീരഭാരം വർദ്ധിക്കും. കാരണം ധാരാളം കാലറീസ് ഉണ്ട്, ആരോഗ്യകരമായ കൊഴുപ്പുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് ശരീരഭാരം വർദ്ധിക്കും. അമിതമായിട്ട് ഈ നട്ട്സ് കഴിച്ചാൽ ഉണ്ടാകുന്നത് പിന്നെ വയറുവേദന, ഗ്യാസ്, വയറിളക്കം എന്നിവ ഉണ്ടാകാം. അതുപോലെ അലർജി സാധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ നട്ട്സ് മാത്രം അമിതമായിട്ട് കഴിച്ചാൽ മറ്റു പോഷകങ്ങളൊക്കെ മറ്റ് ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങളും കിട്ടാതെ വരാം. അപ്പൊ അതുകൊണ്ട് മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മക്കഡാമിയ നട്ട്സിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ പോഷകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ത്, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.